ഇജ്ജ് ഇങ്ങനെ ബേജാറടിച്ചാൽ എങ്ങനെയാണ് ചങ്ങായി? ഇതിപ്പോ ഇജ്ജ് പോയി എവിടുന്ന് മോഷ്ടിച്ചോന്നല്ലല്ലോ ചങ്ങായി, അനക്ക് റോട്ടിന്ന് വീണ് കിട്ടിയ ഒരു സാധനമാണ്. അങ്ങനെ തന്നെ അല്ലേ? ഈടാ എങ്ങനെ ബേജാറാവാതിരിക്കും? ഇപ്പൊ അന്ന് നേരം വെളിച്ചമ്മ തുടങ്ങിയതാണോ അവള് പിന്നെയും മറ്റേ ഈ വിഷയം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യാതെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടേ കൊടുക്കുക, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടേ കൊടുക്കുക പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല് ഇജ്ജിപ്പോ അത് എന്ത് ചെയ്യണമെന്നുള്ളതല്ല, ആദ്യം നമുക്കൊരു തീരുമാനം എടുക്കുക. അല്ലാണ്ട് ഇജ്ജിപ്പോ ഇങ്ങനെ കിടന്നിട്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ അവരതന്നെയല്ലേ പറയാ, പെണ്ണുങ്ങൾ ആരെങ്കിലും സമ്മതിക്കോ? അങ്ങനെ കിട്ടിയൊരു മുതൽ വീട്ടിൽ വെക്കാൻ സമ്മതിക്കോ? പേടിക്കും. അല്ല ഞാനിപ്പോ എന്താ കാണിക്കണ്ടേ? ഞാൻ പറയണതേ, നിനക്ക് ഇപ്പൊ കാശിന് ലേശം അത്യാവശ്യമുള്ള സമയമാണ്. അതുകൊണ്ട് ദൈവം തന്നേക്കണതാണിത്. ഈ സാധനം കൊണ്ടുപോയി എവിടെയെങ്കിലും പണയം വെക്കുക. എന്നിട്ട് തൽക്കാലം ആവശ്യം നടത്തിയിട്ട് ആൾ അന്വേഷിച്ച് വരുമ്പോ അത് എടുത്തു കൊടുത്താൽ പോരെ. ഇനി വന്നില്ലെങ്കിൽ കൊടുക്കാൻ വേണ്ട. ഏടാ അതിന് വീട്ടിലുള്ള പെണ്ണുങ്ങൾ കൂടി സഹകരിക്കണം. ഇത് ശരിയാവില്ല പറയണത്. ജോസുട്ടി, അത് അത്ര ഉചിതമായിട്ട് തോന്നണില്ല കേട്ടാ. ഇതിപ്പോ വേറൊന്നും ഉണ്ടല്ല, അത് നമുക്ക് നെഞ്ചിന്റെ ഉള്ളിൽ ഒരു കനപ്പാ. പിന്നെ എന്ത് ചെയ്യാനാണ്? അല്ല ഞാൻ പറയണതേ, ഇതിപ്പോ ഇങ്ങനെയുള്ള മുതലിപ്പോ വല്ല പെൺകുട്ടികളുടെ വല്ല കല്യാണത്തിന് കൊണ്ടായ മുതലൊക്കെ ആണെച്ചെങ്കിൽ അതൊക്കെ വീണ് പോയാല് അങ്ങനെയൊക്കെ സംഭവിച്ചാണെങ്കിൽ അടങ്ങറാവും നമ്മള്. ഞാൻ പറഞ്ഞത് ഇത് ഇങ്ങനെ നല്ലാണ്ട് വേറെ എന്തെങ്കിലും രീതിയിൽ ഈ ആളിനെ ഒന്ന് ഏൽപ്പിക്കാൻ എന്താ വഴി? ഈ പോയ ആളിനെ, എന്റെ പരീക്ഷ പോയ ആൾ ആരാണെന്ന് എങ്ങനെ കണ്ടെത്തും? എന്തെങ്കിലും നിവർത്തിയില്ലാത്തവരാണ് ഈ ദിവസത്തിനുള്ളിൽ അന്വേഷിച്ചാണെന്നാണ് ആ പരിസരത്ത്. അത് വന്നില്ല. നമ്മളിപ്പോ ഇവൻ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചെന്ന് വെക്ക്. ഈ ആള് അറിഞ്ഞു വന്നില്ലെങ്കിൽ അത് അവന്മാര് മുക്കൂലേ? എങ്ങനെ അറിയും? എത്ര കാലം ഇത് വെച്ചോണ്ടിരിക്കണം? എനിക്ക് അതാണ് ഞാൻ പറയണത്. നമുക്ക് കൊണ്ടുപോയി പണയം വെക്കാം. പണയം വെക്കണ്ട. പണയം വെച്ചിട്ട് എങ്ങാനും വല്ല പിടിക്കുന്നതിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മതി. ഏടാ അതൊക്കെ കണ്ട സ്വർണ്ണൊക്കെ കൊണ്ടുപോയി കൊടുക്കുമ്പോ അത് എവിടുന്ന് എന്താന്നൊക്കെ അവര് ചോദിക്കാണ്ടിരിക്കൂല. ഇവനൊന്ന് ബെബ്ബ പഠിച്ചു കഴിഞ്ഞാൽ ആകെ പണിയാവും. അത് വേറൊരു ഐഡിയ ഉണ്ടട്ടാ. പോലീസ് സ്റ്റേഷനിലല്ലേ? പോലീസ് സ്റ്റേഷനിലല്ല, ഏതായാലും കൊടുക്കാൻ തീരുമാനിച്ചു. പോലീസ് സ്റ്റേഷനിലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് കൊടുക്കാം. നിങ്ങൾ സത്യസന്ധരാണല്ലോ. നമുക്ക് ഇവന് വാസൂട്ടിക്ക് സ്വർണം കളഞ്ഞു കിട്ടി. അത് ഉടമസ്ഥന് തിരിച്ചേൽപ്പിച്ച് മാതൃകയായി പറഞ്ഞ് 3-4 ഫ്ലെക്സ് അങ്ങോട്ട് അടിച്ചു വെക്കാം. പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചെന്നും പറയാം. നമുക്കാണെങ്കിൽ നാട്ടിൽ വലിയ വിലയില്ലാത്ത സമയമാണ്. ഒരു മൈലേജും കിട്ടും, നല്ലൊരു പേരും കിട്ടും. എന്താണ് ഇജ്ജ് വെറുതെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കണ എന്തിനാണ്? ഇത് ആരുടെയാണ് എന്നൊക്കെ അറിയണമെങ്കിൽ ഇത് പരസ്യം ചെയ്യണത് നല്ലതായിരിക്കും. ഈ ബോർഡൊക്കെ കണ്ടിട്ട് ആവശ്യക്കാരൻ സ്റ്റേഷനിൽ ചെന്ന് മേടിക്കുകയും ചെയ്യും. അതിന്റെ യഥാർത്ഥ ആൾക്കാർക്ക് ആ പോലീസുകാർ കൃത്യമായിട്ട് ചോദിച്ചിട്ട് ആ സാധനം കൊടുക്കുള്ളൂ. അത് മാത്രല്ല അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിൽ ആള് വരികയും ചെയ്യും. ഇതിപ്പോ നമ്മൾ വെറുതെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്താൽ ഇത് എവിടെ നിന്ന് കിട്ടി, എപ്പ കിട്ടി? മാത്രല്ല നമ്മളിപ്പോ ഇത് കിട്ടിയിട്ട് തിരിച്ചു കൊടുക്കണം എന്നുള്ള മനസ്സ് നമുക്കുണ്ടല്ലോ. അപ്പൊ ആ നിലക്ക് നോക്കുമ്പോ മറ്റേ ജോസുട്ടി പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു 4 ഫ്ലെക്സ് ഒക്കെ അടിച്ച് ജനങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് ഒരു പത്രത്തിലേക്ക് ഒരു പരസ്യമൊക്കെ അങ്ങോട്ട് വരട്ടെ. പത്രത്തിൽ വരണതിന്റെ അടിയിൽ ചെറുതായിട്ട് മികച്ച മരപ്പണികൾക്ക് സമീപിക്കുക വാസൂട്ടി ആശാരി എന്ന് പറഞ്ഞാൽ പണിയും കിട്ടും. അത് മോശമായി. അത് നമ്മൾ ഈ സാധനം തിരിച്ചു കൊടുക്കുന്നതിന്റെ കൂടെ നമ്മുടെ പരസ്യം ചെയ്താൽ മതി. അത് വേണ്ട പറഞ്ഞേ ഉള്ളൂ. അല്ല അതിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യണ ആൾക്കാരനെ അതല്ലാണ്ട് തന്നെ ആൾക്കാർ പണിക്ക് വിളിക്കുമല്ലോ. സത്യസന്ധനായിട്ടുള്ള ഒരു ജോലിക്കാരനാണെന്നുള്ള നിലയ്ക്ക് വിളിക്കാത്തതിൽ കുഴപ്പമില്ല, പോകേം വേണമല്ല. അത് വേണം, അതിനിപ്പം തന്നെ തീരുമാനിക്കണോ? അപ്പൊ തീരുമാനം അങ്ങനെ ആക്കല്ലേ? പോലീസ് സ്റ്റേഷൻ കൊണ്ടേ കൊടുക്കുക. പോലീസ് സ്റ്റേഷനിൽ പോണതിന് മുമ്പ് ഫ്ലെക്സ് അടിക്കാം, പരസ്യം ചെയ്യാം. ഇങ്ങനെ ഒരു സാധനം നമുക്ക് കിട്ടിയിട്ട് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം. ജനങ്ങളെ അറിയിച്ചതിന് ശേഷം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ. അതെ അതെ അല്ലേ? അത് തരക്കേടില്ല, അത് നല്ല കാര്യം തന്നെ. അപ്പൊ ഇപ്പൊ ഞാൻ എന്റെ ബേജാറ് പോയാലോ? ബേജാറൊക്കെ പോയി. ഇനി ഇത് പറയരുത് കേട്ടോ. അപ്പൊ ആ കാര്യം അങ്ങോട്ട് അവസാനിട്ട് പോവാ. ഇതെടുക്കട്ടെ. ഒരു കുഴപ്പമില്ല. ഇത് ലൈവല്ല, ഒരാളൊരു അറ്റൻഡന്റ് ഇല്ല. എടുത്തോ പറയണല്ലോ. ഹായ്, നമസ്കാരം. ഞാനിപ്പോ ലൈവ് വരാൻ കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കാനാണ്. ഇതെന്റെ സുഹൃത്ത് വാസൂട്ടി. നമസ്കാരം. നമസ്കാരം. ഇത് പരീക്കുട്ടി, ഇത് പുള്ളിയുടെ ശിഷ്യൻ കുഞ്ഞൂട്ടൻ. വാസൂട്ടി സുഹൃത്ത് കാർപ്പൻ്ററാണ്. അദ്ദേഹം പണി കഴിഞ്ഞ് പോകുന്ന വഴി അദ്ദേഹത്തിന് കുറേ ആഭരണങ്ങൾ അടങ്ങിയ ഒരു സ്വർണ്ണപ്പെട്ടി വഴി, ഇതാണ് ആ പെട്ടി. ഇതാണ് ആ പെട്ടി. ആ പെട്ടി വഴി കിടന്ന് കിട്ടി. കാണിച്ചു, തുറന്ന് കാണിച്ചു. തുറക്കണോ? കണ്ടോ? ഇതാ ഇത്ര ആഭരണങ്ങൾ അടങ്ങിയ ഒരു പെട്ടി അദ്ദേഹത്തിന് കളഞ്ഞു കിട്ടി. ഒരുപാട് ജീവിത പ്രാരാബ്ദവും ബുദ്ധിമുട്ടുള്ള ആളാണ് പുള്ളി. ഒരു കാർപ്പൻ്റർ കൂടിയാണ്. എന്നിട്ടും ആ കിട്ടിയ അതേ നിമിഷം ഞങ്ങളോട് സുഹൃത്തുക്കളോട് വന്ന് പറയുകയും ഞങ്ങളത് നഷ്ടപ്പെട്ടു പോയ ഉടമസ്ഥനെ തിരിച്ചേൽപ്പിക്കാൻ അദ്ദേഹം പറഞ്ഞ അനുസരിച്ചിട്ട്
ഇപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ സത്യസന്ധത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു മനുഷ്യൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കും അത് പ്രചോദനമാകും. ഞങ്ങൾ ഇതേ നോർത്ത് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ ഇതാടാ പോലീസുകാരൻ പിണങ്ങുന്നുണ്ട്. എന്നാലും ഞങ്ങൾ ഇതാണ് ആ സത്യസന്ധൻ. ഞങ്ങൾ ഈ മാല തിരിച്ചേൽപ്പിക്കാൻ പോണേ. നിങ്ങൾ നഷ്ടപ്പെട്ട ഒരു നോർത്ത് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ഈ ആഭരണപ്പെട്ടി നിങ്ങളെ തിരിച്ചേൽപ്പിക്കുന്നതാണ്. അപ്പോൾ ഇത് SIക്ക് കൈമാറാൻ പോവുകയാണ്. ലൈവ് കളിക്കാൻ പറ്റിയ സ്ഥലമാണോ SI കാണാൻ പറ്റില്ല. അല്ല ഒരു ഇത് എന്തോ കാണാം മാല സ്വർണ്ണമൊക്കെ ഗോൾഡ് കുറച്ച് കളഞ്ഞു കിട്ടി. അപ്പൊ മൂപ്പർക്ക് അത് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട്. ഈ സത്യസന്ധരാണ് ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഉള്ളത്. തിരിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എണ്ണിയതാണ് ആകെ എണ്ണി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് 10-30 പവനുണ്ട് സാറേ.